ല്ലോ അവൻ അല്ലാഹു 3 കാര്യങ്ങൾ കൊടുത്ത് ബഹുമാനിക്കുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? തഹ്സീനു തൗബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പടച്ചവൻ അവനൊരു അവസരം കൊടുക്കുകയാണ്. അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയാ, എപ്പോഴും തൗബ ചെയ്യാനുള്ള മനസ്സാണ്, എപ്പോഴും തൗബ ചെയ്യാനുള്ള മനസ്സാണ്. എന്തെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്തു കഴിഞ്ഞാ മനസ്സമാധാനമില്ല. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത വേദനയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് നോക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, തിന്നുന്നത് പാപമാണ്, കുടിക്കുന്നത് പാപമാണ്, എന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണല്ലോ. ഓരോ ദിവസവും കോടാനുകോടി അപരാധങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞാ, അവനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാ മനസ്സമാധാനമില്ല, അവന് തൗബ ചെയ്താതെ ഉറങ്ങാൻ കഴിയൂല. അവനെപ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ കൈയുയർത്തിയാലും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി വിളച്ചവര് പുറത്തു തരടേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാതെ അവന്റെ കൈകൾ അവനെ താഴ്ത്താറില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ചെയ്ത പാപം നിങ്ങൾക്കല്ലേ അറിയോ? സിറാജ് ചെയ്തത് സിറാജിനെ അറിയോ? ഇമാമ് ചെയ്തത് ഇമാമിനെ അറിയോ? നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കും അല്ലാഹുവിനും മാത്രമേ അറിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്തോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, തൗബ ചെയ് സഹോദരാ, തൗബ ചെയ് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് തൗബയെ കുറിച്ച് പ്രവാചകന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സഹാബി കടന്നു വരികയാണ്. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. പ്രവാചകന് സലാം അടക്കിയിട്ട് ചോദിച്ചു, മായിസ്, എന്തേ മായിസ്? യാ റസൂലല്ലാഹ്, എന്നെ വന്ന് ശുദ്ധീകരിക്കടേ നബിയേ, എന്നെ വന്ന് ശുദ്ധീകരിക്കടേ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മായിസേ, എന്ത് പറ്റി മായിസേ? യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ഒരു ചെറുപ്പക്കാരനായ സഹാബി വന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മായിസേ, പോ മായിസേ. റസൂലുള്ള പറഞ്ഞു വിടുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോയിട്ട് ഉറക്കം വരുന്നില്ല, പാതിരാത്രിയിൽ കടന്നിട്ട് ഉറക്കം വരുന്നില്ല. വ്യഭിചരിച്ചല്ലോ, വ്യഭിചരിച്ചല്ലോ. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്നെ വന്ന് ശുദ്ധീകരിക്കടേ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സഹാബത്തിനോട്, മായിസിനെന്ത് പറ്റി? കള്ളു കുടിച്ചിട്ടുണ്ടോ? ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? സഹാബാക്കളോട് നോക്കാൻ പറയുകയാണ്. മായിസ് എന്ന ചെറുപ്പക്കാരനെ തിരിച്ചു വിടുകയാണ്. കാരണം എന്ത്? വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. മായിസ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി, സമാധാനമില്ല. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കറിയാ നബിയേ, ശിക്ഷ എനിക്കറിയാ, എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന് എനിക്കറിയാ നബിയേ. പക്ഷേ അങ്ങല്ലേ പറഞ്ഞത്, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ നബിയേ. ഇവിടത്തെ ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയും, പക്ഷേ നാളെ പടച്ചവന്റെ നരകമുണ്ടല്ലോ, ആ നരകത്തിലെ ശിക്ഷ ഈ മായിസിന് സഹിക്കാൻ കഴിയില്ല നബിയേ. ഇവിടെ നാണം കെട്ടാലും കുഴപ്പമില്ല, ഇവിടെ ജനങ്ങളെ കളിയാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ പടച്ചവന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരത്ത് വന്നിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയെന്ന് പറയുമ്പോൾ അവസാനം അല്ലാഹുവിന്റെ റസൂല് എറിഞ്ഞു കൊല്ലാ സഹാബത്തിനോട് പറയുകയാ. സഹാബാക്കൾ മായിസ് എന്ന ചെറുപ്പക്കാർ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ കല്ല് പറക്കിയെറിയുകയാ.
ശരീരത്തിലേറുകൊള്ളുകയാണ്, തലയിലേറുകൊള്ളുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ മായിസ റളിയല്ലാഹു തആല എഴുന്നേറ്റ് ഓടുകയാണ്. ജീവിക്കാനുള്ള ആഗ്രഹം, വേദന സഹിക്കാൻ കഴിയാതെ ജീവനം കൊണ്ടോടുകയാ. സഹാബത്ത് പുറകെ നടന്ന് എറിയുകയാണ്. അവസാനം മായിസ റളിയല്ലാഹു തആല ഓടി രക്ഷപ്പെട്ടു. സഹാബാക്കൾ തിരിച്ചു വരികയാ. കുറെ സമയം കഴിഞ്ഞപ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കരന്നുകൊണ്ട് മായിസ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ശരീരം വേദനിച്ചപ്പോ എഴുന്നേറ്റ് ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ടൊരു കുഴിയെടുക്കുക. ആയിസെന്ന ചെറുപ്പക്കാരൻ പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരു കുഴിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ട് അതിനകത്തിട്ട് എറിഞ്ഞു കൊല്ലു നബിയേ. എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ. എനിക്കെത്ര വേദനയെടുത്താൽ എന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് കുഴിക്കകത്തിട്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് പറയുമ്പോൾ റസൂലുള്ള സഹാബത്തിനെ കൊണ്ട് കുടികെടുപ്പിക്കുകയാണ്. എന്നിട്ട് ആ കുടിക്കകത്ത് കൈകാലുകൾ കെട്ടിയിട്ട് അതിനകത്തിട്ട് മായിസെന്ന ചെറുപ്പക്കാരനെ എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പൊന്നുപോലെ ചെയ്തത് നിനക്കറിയാവല്ലോ, ചെയ്തത് നിനക്കറിയാവല്ലോ എന്ന് നന്നാവാനിരിക്കുകയാ. പിന്നെയും പിന്നെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ പൊന്നുപോലെ, വ്യഭിചരിക്കല്ലേ. എത്രയോ കുടുംബങ്ങളെ തകർത്തവരുണ്ടല്ലോ. മഹാനായ മായിസ റളിയല്ലാഹു തആല ആ ചരിത്രമാ കഥ നാട് മുഴുവനും അറിയുകയാണ്. ആ സമയത്തുണ്ടല്ലോ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, മായിസിന്റെ കൂടെ വ്യഭിചരിച്ച പെണ്ണ് ഞാനാ നബിയേ. എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് അത് മായിസിന്റെ കുഞ്ഞാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ പ്രവാചകൻ പറയുന്നു, പെണ്ണ് നീ ഗർഭിണിയാണല്ലോ, നീ ഗർഭിണിയാണല്ലോ. ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് തിരിച്ചു പറയാൻ, ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വരാ പറയുമ്പോൾ ആ പെണ്ണ് മടങ്ങി പോവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞു. ആ ചോര കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി ആ പെണ്ണിനോട് പറഞ്ഞു, നീ പ്രസവിച്ചു കഴിഞ്ഞല്ലോ, നീ പ്രസവിച്ചു കഴിഞ്ഞല്ലോ. 2 വർഷം ഈ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വാ, അപ്പോഴെങ്കിലും ആ പെണ്ണിന്റെ മനസ്സൊന്ന് മാറുമെന്ന് വിചാരിച്ചു. 2 വർഷം കഴിഞ്ഞ് മടങ്ങി വരാ പറയുമ്പോൾ ഈ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുകയാ. ഓരോ ദിവസവും എണ്ണി എണ്ണി കളയുകയാ. അവസാനം 2 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോ തന്റെ കുഞ്ഞിന് ചുടുചുംബനം കൊടുത്തിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞിന്റെ പാലുകുടി തീർന്നു നബിയേ. എന്റെ പൊന്നുപോന് വല്ല മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി നബിയേ. അവസാനം ആ പെണ്ണിനെയും എറിഞ്ഞു കൊല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി എന്നറിയുമോ? ഇവിടെ വെച്ച് അനുഭവിക്കാൻ പറ്റുമല്ലോ, പക്ഷേ പടച്ചവന്റെ നരകം നമുക്ക് അനുഭവിക്കാൻ കഴിയൂല, അവിടത്തെ ശിക്ഷ സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന് മരണത്തെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞാ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാ തൗബ ചെയ്യുന്നത് വരെ അവന് സമാധാനമില്ല. അവന് പൊട്ടിക്കലഞ്ഞ് പടച്ചവരോട് ഏറ്റു പറയാതെ അവൻ ഉറങ്ങാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരണചിന്തയില്ലാത്തത് കൊണ്ടാണ് പാപങ്ങൾ അധികരിക്കുന്നത്, തെറ്റുകൾ ചെയ്യുന്നത്. ആരുമറിയാതെ ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ്, വീട്ടിൽ കഴിയുന്ന നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവളെ ചതിക്കുന്ന ചെറുപ്പക്കാരാ, നീ വിചാരിക്കുന്നു ആരും അറിയില്ലെന്ന്, നീ വിചാരിക്കുന്നു ആരും അറിയില്ലെന്ന്. പെങ്ങളെ, നിനക്കൊരു ഹദീസ് അറിയുമോ? ചെറുപ്പക്കാരാ, നിനക്കൊരു ഹദീസ് അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരും അറിയുന്നില്ലെന്ന് കരുതിയിട്ട് വൃത്തികെട്ട ജീവിതം നയിക്കുന്നവര്, കള്ള് കുടിക്കുന്നവര്, വ്യഭിചരിക്കുന്നവര്, പലിശ തിന്നുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വെള്ളിയാഴ്ച രാവുണ്ടല്ലോ, നിന്റെ വാപ്പ മരിച്ചുപോയല്ലോ,
നിന്റെ ഉമ്മ മരിച്ചുപോയല്ലോ, അവര് കബറിനകത്താണല്ലോ, നീ തെറ്റ് ചെയ്യുന്നത് അവര് കണ്ടാ നിനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വതുറദുൽ അമാലി അലൽ അംബിയാ വഅലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, ഒരു മലക്കുണ്ടല്ലോ, അതാ നിന്റെ വാപ്പാന്റെ കബറിന്റെ പുറത്തേക്ക് കടന്നു പോവുകയാ. ഈ വയത് പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്നലെ ഒരു മലക്കന്റെ ഉപ്പാന്റെ കബറിന്റെ താരത്തേക്ക് കടന്നു പോകും. ഓരോ വെള്ളിയാഴ്ചയും കടന്നു പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് എന്തേ ചെയ്യുന്നതെന്നറിയുവോ? മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ, മരിച്ചുപോയ ഉമ്മയുണ്ടല്ലോ, ഇവരുടെ മുന്നിൽ ചെന്നിട്ട് മലക്ക് പറയുകയാ, നീ ജന്മം കൊടുത്ത പൊന്നുപോരുണ്ടല്ലോ, അവൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ നോമ്പ് പിടിക്കുന്നുണ്ട്, അവൻ ഖുർആൻ ഓതുന്നുണ്ട്, അവന് ദിക്റുകൾ പറയുന്നുണ്ട്, അവന് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കളുടെ മുന്നിലേക്ക് മലക്ക് വെള്ളിയാഴ്ച രാവിലെ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ, ഇന്നലെ മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന സർവ്വ നല്ല കാര്യവും, പള്ളിക്കാട്ടില് മരിച്ചു കിടക്കുന്ന ഉപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവരുടെ കബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് കാണിച്ചു കൊടുക്കുകയോ. അല്ലാഹുവേ, ആ സമയത്ത് കബറിൽ കിടക്കുന്ന ഉമ്മയുണ്ടല്ലോ, മരിച്ചുപോയവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയഫറഊന ഹസറാതിക, നമ്മൾ ചെയ്ത നല്ല കാര്യം കബറിൽ കിടക്കുന്ന ഉപ്പയുടെ മുന്നിൽ, ഉമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫതസ്വദ്ദു വജൂഹും വഇസ്റാഖാ, നമ്മുടെ ഉമ്മാന്റെ മുഖം പ്രകാശിക്കുകയാ, നമ്മുടെ വാപ്പയുടെ മുഖം പ്രകാശിക്കുകയാ. എന്നിട്ട് അവരവിടെ കിടന്നുകൊണ്ട് പറയുന്നു, റബ്ബേ, എനിക്കിങ്ങനെ ഒരു നല്ല മകൻ ജനിച്ചല്ലോ, ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ ജന്മം കൊടുത്തത്. നമ്മുടെ വാപ്പയും ഉമ്മയും കബറിനകത്ത് കിടന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, നമുക്ക് വേണ്ടി സന്തോഷത്തോടെ ഇരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ചെറുപ്പക്കാരാ, ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? നീ പലിശ തിന്നിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? മാതാപിതാക്കള് വഞ്ചിച്ചവരെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഉമ്മയുടെ കബറിന്റെ പോലത്ത് ഈ മലക്ക് ചെന്നിട്ട് പറയുകയാ, ഈ സിറാജിന്റെ വാപ്പയുടെ കബറിന്റെ പോലത്ത് മലക്ക് ചെന്നിട്ട് പറയുന്നു, മനുഷ്യ, നിന്റെ പൊന്നുപോലെ കള്ളുകുടിയരാ, അവൻ ഈ ആഴ്ച കള്ളു കുടിച്ചിട്ടുണ്ട്, അവനൊരു പെണ്ണുമായി വ്യഭിചരിച്ചിട്ടുണ്ട്, അവന് പലിശ തിന്നിട്ടുണ്ട്, അവന് പള്ളിയുടെ മുന്നിലൂടെ പോയാലും നിസ്കരിക്കാത്തവരാ, അവന് വൃത്തികെട്ട രീതിയിൽ ജീവിതം നയിക്കുന്നവരാ. എന്റെ ഉപ്പാന്റെ മുന്നിൽ മലക്ക് പറയുമ്പോ എന്റെ ഉപ്പ കബറിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവേ, ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ ജന്മം കൊടുത്തത്, ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ ജന്മം കൊടുത്തത്. ഇമ്മളെ പ്രസവിച്ച ഉമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ മുന്നിലും മലക്കുകൾ കൊണ്ടിത് പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മ തലതാഴ്ത്തി നിന്നിട്ട് കരയുകയാ, നമ്മുടെ പച്ചതള്ള നമ്മളെ ഓർത്തിട്ട് കരയുകയാ. അല്ലാഹുവേ, ഇവനെയാണല്ലോ 9.5 മാസക്കാലം ഞാൻ ചുമന്നുകൊണ്ട് നടന്നത്, മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് ഇവനെയാണല്ലോ. അല്ലോ, കബറിൽ കിടന്ന് വാപ്പ കരയുകയാ, കബറിൽ കിടന്ന് ഉമ്മ കരയുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പൊന്നുപോലെ റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരിച്ചവരെ കരയിപ്പിക്കല്ലേ, മരിച്ചവരെ വേദനിപ്പിക്കല്ലേ. കബറിൽ കിടക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു സമാധാനമെങ്കിലും കൊടുക്കണേ പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഒരു ദിവസം 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ അല്ലാ എന്നാരെങ്കിലും ഓർത്തു കളഞ്ഞാ അവന് പടച്ചവന് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? തഹ്സീരു തൗബ, തൗബ ചെയ്യാനുള്ള ആഗ്രഹം അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മരണചിന്ത കടന്നു വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്,
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മരണചിന്ത കടന്നു വന്ന പണത്തിനോടുള്ള ആർത്തി മാറുകയാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിസ്അതുൽ ഇബാദ. ഇന്ന് പള്ളിക്കകത്ത് പോയി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ കച്ചവടത്തിന്റെ ചിന്തയാണ്, വീടിന്റെ ചിന്തയാണ്, പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മുന്നിലൂടെ ഒരു കൊതുക് നടന്നു പോയാ, നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ ഒരു ഉറുമ്പ് നടന്നു പോയാ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, ഒരു മനുഷ്യന് മരണചിന്ത കടന്നു വന്നാൽ അവനുണ്ടല്ലോ നിസ്കാരത്തിൽ വല്ലാത്ത ഖൗഫാണ്, ഖുശൂആണ്, വല്ലാത്ത ഭയഭക്തിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ സഹാബിയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കയറ് തൂക്കിയിട്ടിരിക്കുകയാണ്. ഹുബൈബ് എന്ന ചെറുപ്പക്കാരൻ തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുമ്പോ കൂടെ നിന്നിട്ട് എല്ലാവരും പറയുന്നു, ഹുബൈബേ, ചെറുപ്രായമാണടാ ഹുബൈബ്, ചെറുപ്രായമാണടാ ഹുബൈബ്, എന്തിനാ നിന്റെ ജീവിതം തുലച്ചു കളയുന്നത്? ഇസ്ലാമിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞു വരുവോ? എടാ, നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ തരാ, നിനക്ക് പണം തരാ, അധികാരം തരാ. ഹുബൈബ് റളിയല്ലാഹു തആല തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്തൊരു മനുഷ്യൻ ചോദിച്ചു, ഹുബൈബേ, അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹുബൈബ് റളിയല്ലാഹു തആല അവരോട് തന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുകയാ, എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല ഒതുപെടുത്തിട്ട് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ സലാം വീട്ടിയിട്ട് കൈ ഉയർത്തിയിട്ട് പടച്ചവരോട് പറയുന്നു, അല്ലാഹുവേ, എപ്പ നിസ്കരിച്ചാൽ വലിയ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്നവനായിരുന്നു റബ്ബേ. ഇന്ന് ഞാൻ ചെറിയ സൂറത്താ ഓതിയിരിക്കുന്നത്. കാരണം അല്ലാഹുവേ, ഞാൻ വലിയ സൂറത്ത് ഓതിയിട്ട് എന്റെ നിസ്കാരം നീണ്ടുപോയാ അല്ലാഹുവേ, ഇവര് വിചാരിക്കും എനിക്ക് മരിക്കാ പേടിയാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ആഗ്രഹം നിസ്കാരമായിരുന്നു. ചരിത്രത്തിൽ കാണാ, ഒരു സഹാബിയുടെ കാലിൽ ഒരു അമ്പ് കൊണ്ടു. സഹാബത്ത് വലിച്ചെടുക്കാൻ നോക്കിയിട്ട് അതാ കഴിയുന്നില്ല. അമ്പ് കാലിൽ കുത്തിക്കീറിയിട്ട് അത് വലിച്ചെടുക്കുമ്പോ മാംസം വെളിയിൽ വരുന്നു, വല്ലാത്ത വേദന എടുക്കുകയാ. അവിടെന്ന് പറയുന്നു, സഹാബാ, ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടുകയാണ്. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടുകയാ. ആ സമയത്ത് തന്റെ കാലിൽ നിന്ന് സഹാബത്ത് അമ്പ് വലിച്ചൂരുകയാണ്. സലാം വീട്ടിയിട്ട് ചോദിച്ചു, സഹാബാ, അമ്പെടുത്തോ സഹാബാ? എന്റെ കാലിലിരുന്ന അമ്പ് വിട്, അങ്ങ് നിസ്കരിച്ച സമയത്ത് അത് വലിച്ചെടുത്തു.